കേരളത്തിന്റെ തിരുമുറ്റത്ത് ആഘോഷത്തിന്റെ തിരിതെളിയിച്ച് അത്തം പിറന്നു. ഇനി 10 നാൾ മലയാളിക്ക് ഓണക്കാലം. സമ്പൂർണ്ണ മദ്യനിരോധനം ആവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ തൊടുപുഴ ബിവറേജ് ഔട്ട്ലെറ്റിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. മൂന്നാറിൽ ഇന്ത്യൻ മുജാഹിദീൻ തീവ്രവാദികൾക്ക് താമസ സൗകര്യമൊരുക്കിയ ബീഹാർ സ്വദേശി ജമീൽ സഫീഖുൾ പിടിയിൽ. ടൈറ്റാനിയം അഴിമതി കേസിൽ മുഖ്യമന്ത്രി പ്രതി ചേർത്ത് പുനരന്വേഷണം നടത്തണമെന്ന് വിജിലൻസ് കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. സിനിമാ ചിത്രീകരണത്തിന് താൽക്കാലിക സെറ്റുകളുടെ നിർമ്മാണങ്ങൾക്ക് കെട്ടിട നമ്പർ വേണമെന്ന കുടയത്തൂർ പഞ്ചായത്തിന്റെ നടപടി വിവാദമായി. മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമിയിൽ ഇൻട്രോമ്യൂറൽ ആഘോഷങ്ങൾക്ക് തുടക്കമായി. മാർച്ച് പാസ്റ്റിൽ കാഞ്ഞാർ ജനമൈത്രി സബ് ഇൻസ്പെക്ടർ TR രാജൻ സല്യൂട്ട് സ്വീകരിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ തിരുമുറ്റത്ത് ആഘോഷത്തിന് തിരിതെളിയിച്ച് അത്തം പിറന്നു. ഇനി 10 നാൾ മലയാളിക്ക് ഓണക്കാലം. മഴ പെയ്തു തോർന്ന പ്രഭാതം. ഈറനൊടുത്ത പ്രകൃതിയിൽ ചിരി തൂകി നിൽക്കുകയാണ് പൂക്കളെല്ലാം. അത്തം പൂക്കളുടെ ഉത്സവകാലത്തിന്റെ തുടക്കം കൂടിയാണ്. പുലരും മുൻപേ ഉണർന്നെഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായാൽ പിന്നെ പൂക്കൾ തേടിയുള്ള യാത്ര. അയൽപ്പക്കത്തെ കുട്ടികളൊക്കെ കലവില കൂട്ടി മുറ്റത്തും തൊടിയിലുമെല്ലാം ഓടിയെത്തി പൂക്കളിറക്കും. തുമ്പയും മുക്കുറ്റിയും കണ്ണാന്തളി പൂവുമെല്ലാമായിരുന്നു പണ്ട് കളം നിറച്ചിരുന്നത്. കാലം മാറിയതോടെ ഇവ കണ്ടുകിട്ടാൻ കൂടിയില്ലാത്ത സ്ഥിതിയായി. എങ്കിലും പൂക്കളം നിറയും. ചെണ്ടുമല്ലിയും തെച്ചിയും അരളിയുമെല്ലാം മെഴുകിയ മുറ്റത്ത് വർണ്ണങ്ങൾ വിതറും. പൂക്കളിറക്കുന്നത് കുട്ടികളെങ്കിൽ കളം തീർക്കാൻ കുടുംബാംഗങ്ങളും കൂടും. എന്ന് പറഞ്ഞാൽ ഓണമെത്തി എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ പൂക്കളം മാത്രം തന്നെയാണ്. പിന്നെ സദ്യ, ഉച്ചയ്ക്ക് സദ്യ ഒരുക്കലുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ കൈകൊട്ടിക്കളി ഉണ്ടാവും. ഒരു വീട്ടിലെല്ലാവരും കൂടി കൈകൊട്ടിക്കളി ഉണ്ടാവും. കുട്ടികളും വലിയവരെ എല്ലാവരും ചേർന്ന് കളിക്കും. തുമ്പിതുള്ളലും തിരുവാതിരയും വള്ളംകളിയും ആരവങ്ങൾ ഉയരുകയായി. മലയാളക്കരയിലാകെ സമൃദ്ധിയുടെ പൂക്കാലം സമ്മാനിച്ച് ഓണം വന്നെത്തുകയാണ്. ഇടുക്കി ജില്ലാ ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 5 വരെ തൊടുപുഴ മിനിൽ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി കൺട്രോൾ ലാബിൽ വെച്ച് ഓണക്കാല പ്രത്യേക പാൽ പരിശോധന നടത്തും. പരിപാടിയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിത നിർവഹിച്ചു. ഡയറി ലാബ് അസിസ്റ്റന്റ് ഡയറക്ടർ K രാധാകൃഷ്ണൻ, ക്വാളിറ്റി കൺട്രോളർ ഓഫീസർ രാജൻ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പൊതുജനങ്ങളെ പാലിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുക എന്നതാണ് പരിപാടിയുടെ ഉദ്ദേശം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ലാബിൽ വെച്ച് പ്രത്യേക പാൽ പരിശോധന നടത്തുന്നതാണ്. തങ്ങൾ ഉപയോഗിക്കുന്ന പാൽ സാമ്പിളുകളുടെ ഗുണമേന്മ പൊതുജനങ്ങൾക്ക് സൗജന്യമായി പരിശോധിച്ച് നൽകുന്നതാണ്. നമുക്ക് ഏറ്റവും ശുദ്ധമായ പാൽ ലഭിക്കണം. ആ പാലിന്റെ ക്വാളിറ്റി എങ്ങനെ നമുക്ക് അറിയാൻ കഴിയും? ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന പാൽ അതിൽ 90% വിഷ കലർന്ന അല്ലെങ്കിൽ മറ്റ് കെമിക്കലുകൾ കലർന്ന തരത്തിലുള്ള പാലുകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അത് നമുക്കൊന്ന് പരിശോധിക്കാനുള്ള സൗകര്യമാണ് നമുക്കില്ലാത്തത്. ആ പരിശോധനയിലൂടെ നമുക്ക് ഏത് തരത്തിലുള്ള പാലുകൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഉപയോഗിക്കണം എന്ന ഒരു അവയർനെസ് നമുക്ക് നാട്ടുകാർക്കും അതുപോലെ ക്ഷീര കർഷകർക്കും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ക്ഷീര വികസന ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇന്നു മുതൽ ഒരാഴ്ച കാലത്തേക്കാണ് നമുക്ക് ഈ സംവിധാനം സിവിൽ സ്റ്റേഷനിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രദേശത്തെ ആർക്ക് വേണമെങ്കിലും അവരുടെ പാൽ ഇവിടെ കൊണ്ടുവന്ന് അത് പരിശോധിക്കുന്നതിനും അതിൻ്റെ കണ്ടൻറ്റ് ഏതൊക്കെ തരത്തിലുണ്ട് എന്ന പരിശോധനയ്ക്ക് ഇവിടെ അവസരം ഒരുക്കിയിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇത് പബ്ലിക്കിന് ആരോഗ്യകരമായ രംഗത്ത് ആളുകളുടെ ഒരു അവയർനെസ് ഉണ്ടാക്കുന്നതിനും അവർക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ഭാവി തലമുറയെ പടുത്തുയർത്തുന്നതിനും വേണ്ടി ക്ഷീരവികസന ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ പദ്ധതിക്ക് എല്ലാവിധ ഭാവങ്ങൾ നടത്തുന്നുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബിവറേജ് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക എന്ന ആവശ്യവുമായി യുവമോർച്ച തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സപ്ലൈകോ ബിവറേജ് ഔട്ട്ലെറ്റിലേക്ക് മാർച്ച് നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് PA വേലുക്കുട്ടൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് VS രതീഷ്, ജില്ലാ ജനറൽ സെക്രട്ടറി വിജീഷ് ബാലൻ, സംസ്ഥാന സമിതി അംഗം രാജു ഇടവെട്ടി, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് B വിജയകുമാർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. മദ്യനിരോധനം നടപ്പാക്കുവാൻ സർക്കാർ ബീവറേജ് ഔട്ട്ലെറ്റുകളാണ് ആദ്യം അടച്ചുപൂട്ടേണ്ടതെന്ന് PA വേലുക്കുട്ടൻ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. സർക്കാർ നടത്തുന്ന ഔട്ട്ലെറ്റുകൾ ആദ്യം പൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ യുവമോർച്ച ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബിവറേജസ് ഔട്ട്ലെറ്റുകളിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഭാരതീയ ജനതാ യുവമോർച്ച ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം അത്തം മുതൽ ഓണം വരെ മദ്യരഹിത കേരളമാക്കി മാറ്റണമെന്നുള്ളതാണ്. പത്രമാധ്യമങ്ങളിലൊക്കെ വളരെ വലിയ വാർത്തയായി വരുന്നു ഏറ്റവും അധികം മദ്യം കഴിക്കുന്നത് ഓണം നാളിലാണ് എന്ന്. മദ്യനിരോധനമാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഭാരതീയ ജനതാ യുവമോർച്ചയ്ക്ക് പറയുവാനുള്ളത് ഗവൺമെന്റ് ഔട്ട്ലെറ്റുകൾ ആദ്യം ഇല്ലാതാക്കുകയും ഓണത്തിന്റെ കാലഘട്ടത്തിൽ മദ്യനിരോധനം ഏർപ്പെടുത്തുകയും വേണമെന്നാണ് ഭാരതീയ ജനതാ യുവമോർച്ച ആവശ്യപ്പെടുന്നത്. വ്യാജരേഖകൾ ഉണ്ടാക്കി ഭൂമാഫിയക്കാർ അയൽവാസിയുടെ സ്ഥലം കയ്യേറാൻ ശ്രമിക്കുന്നതായി പരാതി. മുണ്ടൻമുടി മട്ടിന്മേൽ അഗസ്റ്റിനെയും കുടുംബത്തെയുമാണ് വ്യാജരേഖയുണ്ടാക്കി മാഫിയക്കാർ സ്ഥലം കയ്യേറാൻ ശ്രമിച്ചത്. കഴിഞ്ഞ 24-ാം തീയതി മകന്റെ വീട്ടിൽ ചെന്ന തന്നെ ഭൂമാഫിയക്കാർ ആക്രമിക്കുകയായിരുന്നുവെന്ന് അഗസ്റ്റിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് തടഞ്ഞ കൊച്ചുമകൻ വിവേകിനെ അക്രമികൾ വെട്ടി പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയായ വിവേക് ചികിത്സയിലാണ്. ഇതിനെതിരെ കാളിയാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും നാളിതുവരെ അന്വേഷണങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നും ഭൂമാഫിയയെ സഹായിക്കുവാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്നും അഗസ്റ്റിൻ പറഞ്ഞു. വിറ്റ വസ്തു വാങ്ങിയ ഒരാള് റോഡിന്റെ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വസ്തു വിറ്റപ്പോൾ അവർ ഉപയോഗിക്കുന്ന വഴി, അതായത് അവർ തോടിനപ്പുറം താമസിക്കുന്നു, തോടിന് ഇപ്പുറമുള്ളതായ സ്ഥലത്ത് ഒരു വഴിയുണ്ട്. ഇവരുടെ പറമ്പിൽ കൂടി, ഈ വിവേകിൻ്റെ പറമ്പിൽ കൂടി ഒരു വഴിയുണ്ട്. ഒരു 6 അടി വീതിക്ക് ഞങ്ങൾ നടന്ന വഴി. അതിൻ്റെ 2 വശത്തും റബ്ബർ, തെങ്ങ്, കൊക്കോ, കാപ്പി മുതലായ തേങ്ങ നിൽക്കുന്നു. അത് വെട്ടി മാറ്റാതെ ഞങ്ങൾ ആ വഴി നടക്കാൻ അവർക്ക് അനുവാദം കൊടുത്തിരുന്നു. ഇപ്പോൾ അവരെ ആ 10 അടി വീതിക്കുള്ള സ്ഥലം അവരുടേതാണ്, അവർക്ക് വേണം എന്ന് നിർബന്ധപ്പെടുന്നു. വാങ്ങിയ ആളല്ല, വാങ്ങിയ ആൾ കൈമറച്ച് 4ാമത്തെ ആൾ മറച്ച് വാങ്ങിയത്. അപ്പോൾ ഞാൻ ഈ കുന്നുംപുറത്ത് ദേവിയുടെ സ്ഥലത്ത് റബ്ബർ തൈ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് കണ്ട് അവരോട് ഒട്ടാമെന്ന് നിന്നു. ആ സമയത്ത് ഈ ടോമി തോട്ടിൽ നിന്നും വാക്കത്തിനെയും കൊണ്ട് ഓടി വന്ന് വിവേകിനെ നീ കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങിക്കപ്പെടാ, നിന്നെ ഞാൻ കൊല്ലുപെടാ എന്ന് പറഞ്ഞിട്ട് വെട്ടുകയായിരുന്നു. പിന്നെയും 2 വെട്ട് വെട്ടി അവൻ്റെ കൈ മുറിഞ്ഞ കാലം വന്ന് അവസാനം അവൻ ഈ ഒറ്റ കെട്ടണം ഞാൻ ഓടി വന്ന് കളയാൻ വന്നപ്പോൾ അവനെ ചവിട്ടി മറച്ചിട്ടു. അവൻ്റെ പുറത്ത് കയറുന്ന ഈ കണ്ണിൻ്റെ പോളയ്ക്ക് കടിച്ചു. ഞാൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് പിടുത്തമായി അവൻ ആകപ്പാടെ ചോരയിൽ കുഞ്ഞിരിക്കുകയാണ്. ഉടനെ അടുത്ത് പണിക്കാർ വന്ന് അവനെ പിടിച്ച് മോളിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഉടുമ്പന്നൂർ ബൗണ്ടറിയിലെ തടത്തിൽ റബ്ബർ നഴ്സറിയിലെ പ്രത്യേക ഇന റബ്ബർ കൂടുതൽ പാൽ ഉൽപ്പാദിക്കുന്നതാണെന്ന് തെളിയുന്നു. ഫാദർ ജോസ് തടത്തിൽ തന്റെ പുരയിടത്തിലെ റബ്ബർ മരങ്ങളിൽ പരീക്ഷിച്ച് മികവ് തെളിയിച്ച പ്രത്യേക ഇന റബ്ബറാണ് തടത്തിൽ റബ്ബർ. തടത്തിൽ റബ്ബറിന് മറ്റിനങ്ങളെ അപേക്ഷിച്ച് പാലുൽപാദനം ഇരട്ടിയിലധികമാണ്. DRC വളരെ കൂടുതലും, കൂടാതെ വെട്ടുന്ന മുറയ്ക്ക് പട്ട വളരുകയും തോട്ടത്തിൽ ചീക്കുകേടും മരങ്ങൾ ഉണങ്ങുന്നതും താരതമ്യേന കുറവാണ്. കൂടിയ അളവിൽ പാൽ വീഴുകയും ഒട്ടുപാൽ കൂടുതലും ഈ റബ്ബറിനുണ്ട്. കർഷകർ സാധാരണയായി കൃഷി ചെയ്തു വരുന്ന റബ്ബർ ഇനമായ 105-നേക്കാൾ തടത്തിൽ റബ്ബറിന് ഒട്ടേറെ ഗുണങ്ങളുണ്ടെന്ന് മാനേജിംഗ് ഡയറക്ടർ ഫാദർ ജോസ് തടത്തിൽ പറഞ്ഞു. 1983 റബ്ബർ ബോർഡിൽ നിന്ന് ഒരു 350 റബ്ബർ വാങ്ങി പ്ലാന്റ് ചെയ്തിരുന്നു. അതിലൊരു മരം 8 വർഷത്തെ ടാപ്പിംഗ് ആയപ്പോൾ അമിത ഉൽപ്പാദനം കണ്ടു. അതായത് 1.25 ലിറ്റർ പാല് വരെ ആ ഒരു മരത്തിൽ നിന്ന് കിട്ടുമായിരുന്നു. തന്നെയുമല്ല, പാലിൻ്റെ വീഴ്ച മറ്റു മരങ്ങളെക്കാൾ വേഗത്തിൽ നിൽക്കുകയും ചെയ്യുമായിരുന്നു. മറ്റൊരു പ്രത്യേകത, 2ാം പാൽ ആ മരത്തിന് ഒട്ടുമുണ്ടായിരുന്നില്ല. മറ്റെല്ലാ മരത്തേക്കാളും ഇരട്ടി പട്ടക്കനം ഉണ്ടായിരുന്നു. അതുപോലെ എന്നും കട്ടിയുള്ള ഒട്ടുപാലും ആ മരത്തിനുണ്ടായിരുന്നു. മൂന്നാറിൽ ഇന്ത്യൻ മുജാഹിദീൻ തീവ്രവാദികൾക്ക് താമസ സൗകര്യമൊരുക്കിയ ബീഹാർ സ്വദേശി ജമീൽ സഫീഖുൾ പിടിയിൽ.
ഭീകരൻ സിയ ഉമർ റഹ്മ, തെക്സിൻ അക്തർ എന്നിവർക്ക് താമസ സൗകര്യമൊരുക്കിയത് ജമീലായിരുന്നു. ഇയാൾക്ക് വേണ്ടി മാസങ്ങളായി പോലീസ് തിരച്ചിൽ നടത്തി വരികയായിരുന്നു. വ്യാഴാഴ്ച രാത്രി മൂന്നാറിലെ എയ്റ്റ്ലാൻഡ് കോട്ടേജിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഒളിവിൽ പോയ ഇയാൾ ഗുജറാത്തിലും മുംബൈയിലുമായിരുന്നു താമസം. ഇന്ത്യൻ മുജാഹിദ് തീവ്രവാദികളായ വക്കാസിനും തെഹ്സീൻ അക്തറിനും മൂന്നാറിൽ താമസ സൗകര്യം ഒരുക്കിക്കൊടുത്തത് ജമീലായിരുന്നു. തീവ്രവാദികൾ പിടിയിലായതോടെ ഇയാൾ ഒളിവിൽ പോയി. മൂന്നാറിൽ ഒളിയിടം ഒരുക്കി നൽകാൻ സഹായിച്ച ജമീൽ ഇവിടെ കഴിഞ്ഞത് രാഹുൽ എന്ന പേരിലായിരുന്നു. മൂന്നാറിൽ ചായക്കച്ചവടം നടത്തിയിരുന്ന ഇയാൾ ഇവിടെ വ്യാജ പേരിലും വിലാസത്തിലുമാണ് അറിയപ്പെട്ടിരുന്നത്. ചില സൂചനകളെ തുടർന്ന് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ ജമീലിനെ അന്വേഷിച്ച് എത്തിയതിനെ തുടർന്ന് കെട്ടിട ഉടമ വാടക കൂട്ടിച്ചോദിക്കുകയും തിരിച്ചറിയൽ കാർഡ് ആവശ്യപ്പെടുകയും ചെയ്തതോടെ ഇയാൾ ചായക്കച്ചവടം മതിയാക്കി അപ്രത്യക്ഷനാവുകയായിരുന്നു. ജമീൽ എത്തിയാൽ വിവരമറിയിക്കണമെന്ന് വീട്ടുടമയോട് നിർദ്ദേശിച്ചിട്ടാണ് പോലീസ് മടങ്ങിയത്. ഫെബ്രുവരി 15-ാം തീയതിയാണ് ജമീൽ വീണ്ടും മൂന്നാറിലെത്തിയത്. 18-ാം തീയതി വീണ്ടും പോവുകയും ചെയ്തു. ഇയാളെത്തിയ വിവരം 16-ാം തീയതി വീട്ടുടമ രഹസ്യാന്വേഷണ വിഭാഗത്തെ അറിയിച്ചെങ്കിലും അവരെത്തുകയോ തുടരന്വേഷണം നടത്തുകയോ ഉണ്ടായില്ല. 2-3 ഹോട്ടലുകളിൽ ചായക്കാരനായി ജോലി ചെയ്ത ജമീൽ അതിനുശേഷമാണ് ചായക്കച്ചവടത്തിലേക്ക് തിരിഞ്ഞത്. രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം മാർച്ച് 22-ാം തീയതിയാണ് വഖാസിനെ അറസ്റ്റ് ചെയ്തത്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ നിന്നാണ് അക്തർ 25-ാം തീയതി പിടിയിലാകുന്നത്. വഖാസ് ഇന്ത്യൻ മുജാഹിദ് സ്ഥാപക നേതാവായ യാസിൻ ഫട്കറിന്റെ അടുത്ത അനുയായിയാണ്. വഖാസും തെഹ്സീനും ചേർന്ന് മംഗലാപുരത്ത് നിന്നു വ്യാജ പേരിൽ 25 സിം കാർഡുകൾ സംഘടിപ്പിച്ചിരുന്നു. കോഴിക്കോട് ലിസ കോളേജിലെ BSW വിദ്യാർത്ഥികൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ നടത്തിയ പഠനത്തിൽ ജില്ലയിലെ ആത്മഹത്യകളും അതിന്റെ കാരണങ്ങളെ പറ്റിയും റിപ്പോർട്ട് തയ്യാറാക്കിയതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റിപ്പോർട്ടിൻ പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിനിടെ 2083 ആത്മഹത്യകൾ നടന്നു. കുടുംബ പ്രശ്നങ്ങൾ, മാറാരോഗങ്ങൾ, മദ്യപാനം തുടങ്ങിയവയാണ് ആത്മഹത്യക്ക് പ്രധാന കാരണങ്ങളായി വിദ്യാർത്ഥികൾ കണ്ടെത്തിയത്. മുൻവർഷങ്ങളിൽ കൂടുതലായി കണ്ടുവന്നിരുന്ന കാർഷിക ആത്മഹത്യകൾ കുറയുകയും കുടുംബ പ്രശ്നങ്ങൾ മൂലമുള്ള ആത്മഹത്യകൾ കൂടുന്നതായും കണ്ടെത്തി. മദ്യപാനം, മയക്കുമരുന്നിന്റെ ഉപയോഗം എന്നിവയാണ് കുടുംബ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുന്നത്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരുടെ ഇടയിലാണ് ആത്മഹത്യകൾ കൂടുതലായി നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം ശാന്തൻപാറയിൽ 80, കട്ടപ്പന 60, രാജാക്കാട് 45, അടിമാലി 44 എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റവും അധികം ആത്മഹത്യകൾ നടന്നതെന്നും ഇവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ അഖിലേഷ്, അമൽ, അരുൺ, ടോണി ജോസ്, ടോണി നൈനാൻ എന്നിവർ പങ്കെടുത്തു. സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കുമളിയിൽ ഒസാഡ് എന്ന ഏജൻസിയിലാണ് ഞങ്ങൾ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ദ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് സൂയിസൈഡ് എന്ന വിഷയം പഠിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന്റെ കോസസിനെ കുറിച്ച് ഇതിനു മുന്നേ ഒത്തിരി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ കോൺസിക്വൻസ് എന്താണ്, സൂയിസൈഡിന് ശേഷം എന്താണ് ആ ഫാമിലിയുടെ അവസ്ഥ എന്നതിനെ കുറിച്ചിട്ട് ഇവിടെ പഠനങ്ങളായ ഒന്നും നടന്നതായിട്ട് ഞങ്ങൾ കണ്ടില്ല. അപ്പൊ ഞങ്ങൾ കോൺസിക്വൻസസിൽ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ പഠനം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 5 വർഷത്തെ ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്തത്. 5 വർഷത്തെ ഡാറ്റ കളക്ട് ചെയ്ത സമയത്ത് നമ്മൾ കാണുന്നത് 2083 ആത്മഹത്യകളാണ് ജില്ലയിൽ നടന്നിട്ടുള്ളത്. അപ്പൊ മറ്റേത് ജില്ലയെ വെച്ച് നോക്കുന്ന സമയത്തും ഇതിന്റെ ഇത്രയ്ക്ക് ആത്മഹത്യ നടന്ന ഒരു ജില്ല നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആത്മഹത്യക്ക് ശേഷം ഒരു കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്നാണ് ഞങ്ങൾ പിന്നീട് പഠിക്കാറ്. അത്തരം ചെന്ന സമയത്ത് നമുക്ക് കാണുന്നത് ഈ ആത്മഹത്യ നടക്കുന്നത് മുതൽ 50-50 വയസ്സ് റേഞ്ച്. അപ്പോൾ അവർക്ക് എന്തായാലും ഭാര്യ ഉണ്ടാവും, കുട്ടികളുണ്ടാവും. ഒന്നിലധികം ഭാര്യമാരുള്ളവരുണ്ട്. 3 പെൺകൊച്ചുങ്ങൾ മുതൽ 8 പെൺകൊച്ചുങ്ങൾ വരെയുള്ള ആളുകൾ ആത്മഹത്യ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഒത്തിരി കുടുംബങ്ങൾ അനാഥമായി മാറുക. അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ അധികമാണ്. ഇത്തരം കുടുംബങ്ങൾ ഇനി അടുത്ത കാലഘട്ടത്തിൽ ഇവരായിരിക്കും സൂയിസൈഡ് ചെയ്യുക എന്നൊരു മുന്നറിയിപ്പാണ് അവരെ തന്നെ നേരിട്ട് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അത്യാവശ്യമാണ്. ഈ പഠനത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്.